ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകനന്ദനും പിങ്കിയുടെയും ഇന്നത്തെ സൂപ്പർ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ മുൻപിലുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഗൗതമിൻ്റെയും അളകനന്ദനും പിങ്കിയുടെയും കഥ ഒരു രസകരമാകുന്ന നിമിഷത്തിലേക്ക് പോവുകയാണ്. ഒരു ബമ്പർ ട്വിസ്റ്റുകളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ആമുഖമൊന്നുമില്ലാതെ പറയാമല്ലോ. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ പിങ്കി ഒരു കോഫി ഷോപ്പിലേക്ക് കയറി വരുന്നൊരു ഭാഗമാണ്. ഈ സമയത്ത് ഇവിടെ നമ്മുടെ ഗീതു ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുക. പെട്ടെന്ന് ഗീതുവിനെ കണ്ടുകൊണ്ട് എന്താ ഗീതു ഇവിടെ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമാട്ടോ. അപ്പോൾ പെട്ടെന്ന് ഗീതു പിങ്കിയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. അത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ പിങ്കി പറയാണ്, ഗീതു എനിക്ക് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കാൻ പറ്റത്തില്ല കേട്ടോ, അതിൽ പിന്നെ ഇന്നാണല്ലോ കാണുന്നത് എന്ന് പറഞ്ഞ് ഒരു സൗഹൃദ സംഭാഷണം നടത്തുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. ഈ സമയത്ത് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വെളിയിൽ നിന്ന് ഒരു ശബ്ദം, എന്തുപകാരം, എന്ത് സഹായമാണ് എന്ന് ചോദിച്ച് ഗൗതം കയറി വരുന്നൊരു ഭാഗമാണ്. പെട്ടെന്ന് ഈ ശബ്ദം കേട്ട് അങ്ങോട്ട് തിരിയുമ്പോൾ ഞെട്ടിപ്പോവുകയാണ് പിങ്കി. ഗൗതം വന്ന് ചോദിക്കുകയാണ് എന്ത് സഹായമാണ് ഗീതു ചെയ്തത് എന്ന്. അപ്പോൾ പെട്ടെന്ന് ഗീതുവിൻ്റെ അടുക്കിലേക്ക്, അല്ല പിങ്കിയുടെ അടുക്കിലേക്ക് ഗൗതം ചെന്ന് ചോദിക്കുക, ഞാൻ ചോദിച്ചു കേട്ടില്ലേ, എന്ത് ഉപകാരമാണ് ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പിങ്കി അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി പറയുകയാണ്, അല്ല അന്ന് ഗീതു പറഞ്ഞിട്ടാണല്ലോ ഈ സരോഗ സമയത്ത് ഞാനല്ല ഡോക്ടർ വേഷത്തിൽ എത്തിയത്, അതിനെക്കുറിച്ച് പറയുമായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ജീവിതം നന്ദ പറഞ്ഞത് ഞാനാണ് ഡോക്ടറായിട്ട് ചെന്നെന്നൊക്കെ പറഞ്ഞാണല്ലോ വിഷയമുണ്ടാക്കിയത്. എന്തായാലും ഗീതുവാണ് എന്നെ ആ സമയത്ത് രക്ഷിച്ചത്, ഞാനല്ല എന്നൊരു കാര്യങ്ങൾ പറഞ്ഞല്ലോ, സത്യമായ കാര്യമാണല്ലോ എന്ന് പറയാം. അത് സത്യമായിരുന്നോ എന്ന് ഈ സമയത്ത് ഗൗതം ചോദിച്ചു കേട്ടില്ലേ പിങ്കി, അത് സത്യമായിരുന്നോ എന്ന് ചോദിക്കുക. അല്ലാതെ പിന്നെ ഞങ്ങൾക്ക് നുണ പറയേണ്ട കാര്യമുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഏതാണ് സത്യം എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമൊക്കെയാട്ടോ. അങ്ങനെ പെട്ടെന്ന് പിങ്കി ഗൗതമൻ്റെ ചില മുള്ളുവെച്ച ചോദ്യത്തിന് മുൻപിൽ ഒന്ന് പതറുന്നുണ്ട്. ആ പതർച്ചയ്ക്കിടയിൽ ഇപ്പോൾ ഗൗതം പറയാണ്, അന്ന് സംഭവങ്ങളെക്കുറിച്ച് കറക്റ്റായിട്ടൊന്ന് അറിയണമല്ലോ, എന്താണ് ഗൗതം ഇവിടെ എന്ന് ചോദിക്കുക അതിനിടയിൽ. അപ്പോൾ പറയാൻ അതിനിടയിൽ ഈ ഗൗതം പറയാണ്, അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചപ്പം ഇതിനെക്കുറിച്ച് കറക്റ്റ് കാര്യങ്ങൾ, എന്താണ് സത്യം എന്താണ് അസത്യം എന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനാണ് ഗീതുവിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്ന് പറയുകയാണ്. അപ്പം നിങ്ങൾ തമ്മിൽ കൂട്ടിക്കാഴ്ച ഞാൻ മുഖേന ഉണ്ടാക്കിയതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ വീണ്ടും പിങ്കി എന്തോ ഒരു സംശയം ഒരു ബുദ്ധിമുട്ട് തോന്നിയാണ്. ഗൗതം എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണ്. അതെ, നിങ്ങളന്ന് ഗീതുവിൻ്റെ വീട്ടിൽ ഡോക്ടറായിട്ട് വന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, ആ സ്ത്രീയെ കണ്ട ഒരു ദൃക്സാക്ഷിയുണ്ട്, അവരെ കൂടെ ഞാൻ വിളിപ്പിക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് രാജേഷിനെ വിളിക്കുക. അപ്പോൾ രാജേഷ് കയറി വരുന്നത് പിങ്കിയുടെ സകല നിയന്ത്രണം വിട്ടുപോയി കേട്ടോ. അപ്പം അന്നേരം ഈ സമയത്ത് ഗൗതമിൻ്റെ മുൻപിൽ വളരെ വിനീതമോടുകൂടി നിൽക്കുന്ന ഗീതുവിനെയും രാജേഷിനെയുമാണ് കാണുന്നത്. ഈ സമയത്ത് ഗൗതം ചോദിക്കുകയാണ്, രാജേഷ്, അന്ന് ഡോക്ടറുടെ വേഷത്തിൽ വന്ന വ്യക്തി ആരാണ്, ആ സ്ത്രീ ആരാണെന്ന് വല്ലതും അറിയാമോ? കള്ളം പറയില്ല, സത്യമായിട്ടുള്ള കാര്യമേ പറയാവൂ എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് രാജേഷ് പറയുകയാണ്, അത് ഈ സ്ത്രീ തന്നെയായിരുന്നു സാർ എന്ന് പറയാണ്. ആ സംഭവം പിന്നെ എടുത്ത് കാണിക്കുകയാണ്. അന്ന് ഡോക്ടറായിട്ട് വന്നതും ആ പിങ്കിനെ ഡോക്ടർ നമ്മുടെ ഗീതുവിനെയും ഇവരെ കൊണ്ട് ആ ലാബിൽ കൊണ്ട് പൂട്ടിയിടുന്ന കാര്യങ്ങളൊക്കെ ഓർപ്പിച്ചെടുക്കുകയാണ്. പെട്ടെന്ന് പിങ്കിയുടെ സകല നിയന്ത്രണം വിട്ടുപോവുകയാണ്. അങ്ങനെ ഒരു കുറ്റസമ്മതത്തിൻ്റെ ഒരു ഭാഗമൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ തർക്കിക്കാൻ പിങ്കിക്ക് യാതൊരു ചാൻസും ഇല്ലാത്തൊരു ഭാഗം. ഈ സമയത്ത് പെട്ടെന്ന് ഗൗതം പറയുകയാണ്, നിങ്ങൾ ഇനി പൊക്കോളാൻ പറഞ്ഞ് നമ്മുടെ രാജേഷിനെയും അതുപോലെ ഗീതുവിനെയും പറഞ്ഞു വിടുന്നു. എന്തായാലും ഈ സമയത്ത് പത്തി മടക്കിയ പിങ്കി പറയുകയാണ്, ഗൗതം ഈ കാര്യം അത് വേറെ ആരും അറിയരുത്, എനിക്ക് ഗൗതമിനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് ചെയ്തൊരു കാര്യമാണ് എന്ന് പറയണം. അപ്പോൾ ഗൗതം പറയണം, ഇതിന് സ്നേഹക്കൂടുതൽ എന്നല്ല പിങ്കി പറയേണ്ടത്, മുതുപ്രാന്ത് എന്നാണ് പറയേണ്ടത് എന്ന് പറയുക. അങ്ങനെ പിങ്കിയുടെ വായടപ്പിക്കുക. ഈ സമയത്ത് പിങ്കി ഒരു താഴ്മയോടുകൂടി ഗൗതമിനോട് പറയാം, ഗൗതം ഇത് നന്ദയറിയില്ല, നന്ദയറിഞ്ഞാൽ അവളത് ആഘോഷമാക്കി കൊണ്ടു നടക്കും എന്ന് പറയുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് ഗൗതം പറയാണ്, നിനക്ക് നന്ദയെക്കുറിച്ച് എന്തറിയാം? നന്ദ ഇതൊക്കെ അറിഞ്ഞ് ഇത് നേരത്തെ മുന്നമേ നന്ദയ്ക്ക് ഇതിനെക്കുറിച്ച് സംശയമല്ല, ഉറപ്പായിരുന്നു ഇത് പിങ്കി തന്നെയായിരിക്കും ചെയ്തത് എന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ പോലും പിങ്കിയെ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ പിങ്കിയുടെ മനസ്സ് വേദനിക്കണ്ടല്ലോ എന്നോർത്ത് പുറത്ത് കാറിലിരിക്കുകയാണ് നന്ദ എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് പിങ്കിക്ക് മനസ്സിലായി ഇതെല്ലാം ഇവർ പ്ലാൻ ചെയ്ത ഈ സത്യം കൊണ്ടുപോകാനുള്ളൊരു പ്ലാനിങ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി ഞാനൊരു കാര്യം പറയാം, ഈ സംഭവം ഇത് ഇന്ത്യവനം തറവാട്ടിലിറങ്ങിയിട്ട
അറിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യപുരത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഗൗതം പിങ്കിയെയും കൂട്ടിക്കൊണ്ട് പോകുന്നൊരു ഭാഗമാണ്. ഈ സമയത്ത് പെട്ടെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇന്ത്യപുരം തറവാട്ടിൽ ലക്ഷ്മി ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വളരെ സങ്കടത്തോടു കൂടി ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് മഹേശ്വരൻ വന്ന് ചോദിക്കുക, എന്താ താനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അല്ല, പിള്ളേർ പോയിട്ട് ഒരുപാട് സമയമായി, അവരെ കാണുന്നില്ലല്ലോ എന്ന് പറയും. ഏത് പിള്ളേർ? ഗൗതമും നന്ദമോളൊക്കെ പോയിട്ട് ഒരുപാട് സമയമായില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാണ്. അവരൊന്നും പിള്ളേരല്ലോ, അവരൊക്കെ നമ്മളെക്കാളൊക്കെ വളർന്നു പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അന്നേരം ലക്ഷ്മി പറയും, എന്തായാലും മക്കളല്ലേ, മക്കളെ എപ്പോഴും നമ്മുടെ മനസ്സിൽ കുട്ടികളായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ, എത്ര വളർന്നാലും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനാടോ അമ്മ എന്ന പേരിന് അത്രത്തോളം മഹത്വമുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിലൊരു ചെറിയ സംഭാഷണത്തിനിടയിൽ ഇതാ ഗൗതമും നന്ദയും പിങ്കിയും കയറി വരിക. അപ്പോൾ പെട്ടെന്ന് ഇതിനിടയിൽ പറയുന്നുണ്ട്, മഹേശ്വരൻ പറയുന്നുണ്ട്, അവർ ഗൗതമിൻ്റെയും പിങ്കിയുടെയും യാത്രയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, രാമേശ്വരത്തിന് പോകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുക. ഈ സമയത്താണ് ഇവർ കയറി വരുമ്പോൾ ഇവർ വന്നല്ലോ, എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും എന്തോ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ച് ഗൗതം കയറി വരുന്നു. ആളെ ഒന്നും പറയണ്ട, ഇവിടെ ഒരാൾ തൻ്റെ കുട്ടികളെ കണ്ടില്ല എന്നും പറഞ്ഞ് മനസ്സൊരുക്കി ഇവിടെ വേദനിച്ചിരിക്കുകയാണ് എന്ന് പറയാം. ഓ അമ്മയോ എന്ന് ചോദിച്ച് ഒരു കയറി വന്നതിൻ്റെ ഒരു സൗഹൃദ സംഭാഷണം നടത്തുന്ന ഗൗതമിനെയും നന്ദേനെയാണ് കാണുന്നത്. അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് നന്ദ പറയാണ്, അച്ഛൻ നല്ല കോമഡിയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് പിങ്കിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പിങ്കിക്ക് എന്ത് പറ്റിയൊരു മുഖത്തൊരു മ്ലാനത എന്ന് ചോദിക്കുകയാണ്. എന്തോ ഒരു വല്ലായ്മ ഉണ്ടല്ലോ എന്ന് പറയാണ്. അത് ഞാനത് വെയിൽ കൊണ്ട് രാവിലെ നടന്നൊരു നല്ല തലവേദനയുണ്ടെന്ന് പറയുകയാണ്. അപ്പം പെട്ടെന്നൊരു തലവേദന, അതെന്ത് പറ്റി അങ്ങനെയെന്നൊക്കെ ചോദിക്കുക. ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ രാമേശ്വരത്ത് പോകുമ്പോഴത്തേക്ക് തടന്നു പോകുമല്ലോ, വെയിലെ കൊണ്ട് നടക്കേണ്ടതല്ലേന്ന് ലക്ഷ്മിയും അതുപോലെ തന്നെ മഹേശ്വരനും പറയുകയാണ്. അപ്പോൾ ഗൗതം പറയും, ആ യാത്രയെക്കുറിച്ചൊരു യാത്രയ്ക്കൊരു പ്ലാനിങ്ങിനൊരു വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്, എന്തായാലും ഇപ്പോൾ ആ യാത്ര ചെയ്യുന്നില്ല എന്നാണ് പിങ്കി പറയുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ലക്ഷ്മിയും ചോദിക്കുക, അതെന്ത് പറ്റി? അത് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പിങ്കിക്ക് യാത്ര ഇന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പിങ്കി പറഞ്ഞെന്ന് പറയാം. എന്തായാലും അത് മോശമായിപ്പോയി, ഞാൻ നിങ്ങൾ ആഗ്രഹിച്ചതല്ലേ, നിങ്ങൾക്ക് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് ലക്ഷ്മി പറഞ്ഞു കൊടുക്കുക. എന്തായാലും അത് ഇപ്പം മാറ്റി വെച്ചിരിക്കുക അമ്മയെന്ന് പറഞ്ഞ് ഗൗതം ആ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. ആണോ പിങ്കി എന്ന് ചോദിക്കുക. പിങ്കി തന്നെ പറയും എന്ന് പറയുക. ഇപ്പം എന്തായാലും ഞാൻ ഒരു യാത്രയ്ക്കുമില്ല എന്നും പറഞ്ഞ് മുഖത്ത് നല്ല ഗൗരവവും വിഷമവും ഒക്കെ ഉണ്ട്. ആ ഒരു ഭാവത്തോടു കൂടി ഞാൻ ഒരു യാത്രയ്ക്കുമില്ല എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. അപ്പം പെട്ടെന്ന് ലക്ഷ്മിക്കും മഹേശ്വരനും ചോദിക്കും, എന്ത് പറ്റി ഇവർ? ഏതാ ഇതിനിടയിൽ നന്ദയും ഗൗതമും കയറി പോകണം, വാ നന്ദ ഞങ്ങൾ പോകാമെന്നും പറഞ്ഞ് കയറി പോകുന്നുണ്ട്. ഈ സമയത്ത് ഇവർക്ക് എന്തോ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. ഇതിന് ശേഷമാണ് നന്ദ ഇങ്ങനെ ആ വെളിയിൽ രണ്ടാം നില മേളിൽ ഇങ്ങനെ എന്തോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ചിന്തയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പുറകോട്ട് തിരിയുമ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നൊരു കാഴ്ചയാണ്. നമ്മുടെ ഗിരിജ നന്ദയുടെ പുറകിൽ വന്ന് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നൊരു ഭാഗമാണ്. എന്താ നന്ദ, നീ പേടിച്ചു പോയോ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് നന്ദ പറയുകയാണ്, പിന്നല്ലാതെ പുറകിൽ വന്നിങ്ങനെ ഒളിച്ച് ആരും കാണാതെ നിന്ന് കഴിഞ്ഞാൽ പേടിക്കില്ലേ എന്ന് ചോദിക്കുക. പിന്നെ അവിടെ നടക്കുന്നത് ഗിരിജയുടെ നന്ദയുടെ മേലുള്ള വലിയൊരു വാക്കുകൾ കൊണ്ടുള്ള അതിക്രമം തന്നെ എന്ന് പറയാട്ടോ. നന്ദ പറയാണ്, ഗിരിജ പറയാം, നീ പേടിക്കണോടി, നീ ഒറ്റ ഒരുത്തിയാണ് ഇതിനെല്ലാം കാരണം, നീയല്ലേ ഈ ഗൗതമിനെ കൊണ്ട് ഈ ഒരു പ്ലാനിങ് നടത്തി അവരുടെ യാത്ര മുടക്കിയത് എന്ന് ചോദിച്ച് ഈ നന്ദയുമായിട്ടും ഒരു വഴക്കുണ്ടാക്കുന്നൊരു ഭാഗമാട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ഒറ്റൊരുത്തിയാണ് ഇന്ന് നടന്ന സംഭവങ്ങൾക്ക് കാരണം എന്ന് പറയാം. അപ്പം പിങ്കി ഈ കാര്യങ്ങൾ ഗിരിജയോട് പറഞ്ഞു കാണും, ഇന്ന് നടന്ന സംഭവങ്ങളും അതുപോലെ ആ ഗീതുവിനെയും രതീഷിനെയും കണ്ട കാര്യവും ഗൗതം ഇത് കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ചോദ്യം ചെയ്യാം, അത് രോഷം ഇങ്ങനെ അമർഷം ഇങ്ങനെ മുഖത്ത് നല്ല രീതിയിൽ പ്രകടമാക്കുന്നുണ്ട് ഗിരിജ കേട്ടോ. എന്നിട്ട് നന്ദയുടെ മേൽ ഇതുവരെയും ആരും സംസാരിക്കാത്ത രീതിയിൽ അസഫി വാക്കുകൾ കൊണ്ട് പറയുകയാണ്, അപ്പോൾ പെട്ടെന്ന് നന്ദ തകർന്നു പോകുന്നുണ്ട്. ഈ സമയത്ത് പറയുകയാണ്, ഇതെല്ലാം ഞാൻ ചെയ്ത പ്ലാനിങ് ഒന്നുമല്ല, ഇതെല്ലാം ദൈവം കാണിച്ചു തന്നതാണ് എന്ന് പറയാണ്. ദൈവം കാണിച്ചു തന്നത്, ഈ ദൈവം തന്നെയല്ലേടി നിന്നെ ഈ അവസ്ഥയിലാക്കിയത് എന്ന് പറയാണ്. അപ്പം നന്ദ പെട്ടെന്ന് ഒന്ന് ഞെട്ടുന്നുണ്ടോ, ഈ ദൈവം തന്നെ നിനക്ക് ഒരു കുഞ്ഞിനെ തരാതെ ആക്കിയില്ലേ എന്നൊക്കെ ചോദിച്ച് അവിടെ വെച്ച് അപമാനിക്കുകയും മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില വാക്കുകളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഒരു ഭീഷണിയൊക്കെ ഉണ്ട്, ഇത് ഗിരിജയുടെ നാവിൽ നിന്ന് ഒരു ഭീഷണിയൊക്കെ ഉണ്ട്. അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കാനും നന്ദേനെ ഒരുപാട് കരയിപ്പിക്കുന്ന ചില വാക്കുകളാണ് അവിടെ പ്രയോഗിക്കുന്നത്.
ഈ സമയത്ത് നന്ദ പെട്ടെന്ന് സങ്കടത്തോടു കൂടി അകത്തേക്ക് ഓടാൻ തുടങ്ങി, കരഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ പിടിച്ചു നിർത്തി അതിരൂക്ഷമായ ഭാഷയിൽ തനിക്ക് കുഞ്ഞുണ്ടാവാത്തതിനെക്കുറിച്ചും പിങ്കിയുടെയും ഗൗതമിൻ്റെയും ജീവിതത്തിൽ നീ ഇടയ്ക്ക് കയറി വന്നവളല്ലേ, നിനക്കറിയാമായിട്ടും അവർ തമ്മിൽ ചേരുന്നവരാണ് എന്ന് അറിയാമായിട്ട് പോലും നീയല്ലേ ഇടയ്ക്ക് കയറി വന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് ഒന്നും പറയാൻ പറ്റാത്ത നന്ദൻ നമ്മൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗമാട്ടോ. നീ ഒടുവിൽ ഗിരിജ പറ, ഒരു കാര്യം നീ ഓർത്തു, നിന്നെ തിരിച്ചറിയുന്ന ഒരു ദിവസമുണ്ട്. അതുപോലെ പിങ്കിയെയും നിന്നെയും തിരിച്ചറിയുന്ന, ഗൗതം തിരിച്ചറിയുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിന്നെ കറിവേപ്പല പോലെ കളഞ്ഞിട്ട് പിങ്കിക്കൊപ്പം ഗൗതം പോകുമെന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ, മനസ്സിൻ്റെ സന്തോഷം വന്ന് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സന്തോഷത്തോടു കൂടി തിരിഞ്ഞ് ഗിരിജ നടക്കുവാനും തൊട്ടു മുൻപിൽ ഇതാ നന്ദയുടെ മുൻപിൽ ഗിരിജ എങ്ങനെ നിന്നു അതേ രീതിയിൽ നമ്മുടെ ലക്ഷ്മി നിൽക്കുന്ന ഒരു ഭാഗമാണ്. പെട്ടെന്ന് ആ ലക്ഷ്മിയോ എന്ന് ചോദിച്ച് ഗിരിജ ചോദിക്കുക, അതെ എന്താണ് ഇവിടെ ഒരു സംഭാഷണം എന്ന് ചോദിക്കുക. അല്ല, ഞാൻ നന്ദയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന നിന്റെ ആശ്വാസവാക്കുകളൊക്കെ ഞാൻ കുറച്ചൊക്കെ കേട്ടിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ലക്ഷ്മി ഗിരിജയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന ചില ഭാഗങ്ങളൊക്കെയാണ്. അങ്ങനെ ഒടുവിൽ ഗിരിജ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഈ ലക്ഷ്മി കേൾക്കുകയും അതിനെതിരെ ശക്തമായ മറുപടി കൊടുക്കുകയും എന്ത് പറയാണ്, നീ നന്ദയോട് പറഞ്ഞ ഓരോ വാക്കുകളും ഞാൻ കേൾക്കുന്നുണ്ട്, ഇതുവരെയും ഇവിടെ ആരും പറയാത്ത വാക്കുകളാണ്. ഈ കേട്ട വാക്കുകൾക്ക് നന്ദയുടെ സ്ഥാനത്ത് നീ പറഞ്ഞ ഈ നീ പറഞ്ഞ വാക്കുകൾ കേട്ട് നിന്ന സ്ഥാനത്ത് നന്ദയുടെ ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എൻ്റെ കൈ നിന്റെ ചെവിക്കലിട്ട് നിന്റെ കരണം പുകച്ചാനം എന്ന് പറയുക. അപ്പോൾ പെട്ടെന്ന് ഗിരിജയ്ക്ക് മനസ്സിലായി, ലക്ഷ്മി എല്ലാം അറിഞ്ഞു, ലക്ഷ്മി സകല നിയന്ത്രണം വിട്ടു നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതിനിടയിൽ ഒഴിഞ്ഞു മാറുവാൻ ഗിരിജ ശ്രമിക്കുന്നുണ്ടോ. ഈ പെട്ടെന്ന് ഗിരിജനെ പിടിച്ചു നിർത്തിയിട്ട് പറയാണ്, കാര്യമൊക്കെ ശരിയാണ്, ഞാൻ ഇതിൽ ഇപ്പോഴൊന്നും പറയുന്നില്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ രാവിലെ ഗിരിജ ഈ വീട് വിട്ട് ഇറങ്ങിക്കോണം, ഈ പടി ഇറങ്ങിക്കോണം, ഇനി ഗിരിജനെ ഇവിടെ കണ്ടുപോകല്ലേ എന്ന് പറയാം. അപ്പം പെട്ടെന്ന് ഗിരിജ ഒന്ന് പേടിക്കുകയാണോ. അപ്പം ഗിരിജ പറയാണ്, എന്നൊരു എക്സ്ക്യൂസ് പറയാൻ ശ്രമിക്കുക, ഇനി ഒന്നും പറയണ്ട, എൻ്റെ കൺമുൻപിൽ നിന്ന് പൊക്കോണം, ഇപ്പോൾ നീ പോകാൻ നോക്ക്, രാവിലെ ഒരു കാര്യം ഓർത്തോ, രാവിലെ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറയുകയും അങ്ങനെ ഈ സമയത്ത് പെട്ടെന്ന് ഗിരിജയ്ക്ക് അടി കൊണ്ട പോലെയായി പോവുകയൊക്കെ ചെയ്യുന്നൊരു ഭാഗമാട്ടോ. അങ്ങനെ ഗിരിജയ്ക്ക് മനസ്സിലായി, ഇനി ലക്ഷ്മിയുടെ മുൻപിൽ നിന്ന് കഴിഞ്ഞാൽ അടി കിട്ടും എന്ന് ഉറപ്പാക്കി. അങ്ങനെ ഗിരിജ വളരെ സങ്കടത്തോടു കൂടി അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് നന്ദ ഓടിച്ചെന്ന് നമ്മൾ ലക്ഷ്മീനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഭാഗം, കണ്ണുനീരോട് കൂടി കെട്ടിപ്പിടിക്കുക. അപ്പോൾ പെട്ടെന്ന് ലക്ഷ്മി പറയാം, മോളിവിടെ അനുഭവിക്കുന്ന വേദനകളൊക്കെ എനിക്കറിയാം, ഇതിനൊക്കെ ദൈവം ഒരു പരിഹാരം ഉണ്ടാക്കും മോളെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാട്ടോ. അങ്ങനെ എന്തായാലും ഗിരിജയുടെ കട്ടയം പടം മടങ്ങുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. അതിനുശേഷം കാണുന്നത് നമ്മുടെ പിങ്കി ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുക. ആ വാക്കുകൾ ഗൗതം പറഞ്ഞു, നിനക്ക് സ്നേഹമല്ല ഭ്രാന്താടി എന്ന് പറഞ്ഞ ആ വാക്കുകളും അതുപോലെ ഗീതവും രാജേഷും ഗൗതവും തമ്മിൽ പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തതൊക്കെ മനസ്സിന് വളരെ വേദനിപ്പിച്ച് നിൽക്കുന്ന ചില ഭാഗങ്ങളും ഒക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. ഇതിനിടയിൽ പെട്ടെന്ന് ഗിരിജ എന്തോ പ്ലാൻ ചെയ്തുകൊണ്ട് പിങ്കിയിരിക്കുന്നതിൻ്റെ പുറകിലൂടെ വരുന്ന ഒരു ഭാഗമൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനിടയിൽ വേറൊരു കാര്യം പറയാനും മറന്നുപോയി. ഇതിൻ്റെ ഇടഭാഗത്ത് നമ്മുടെ പവിത്ര നമ്മുടെ അരുണിൻ്റെ മുൻപിൽ ചെന്ന് കരയുന്നൊരു ഭാഗമുണ്ട്. അതായത് അരുൺ ബെഡിൽ ഇങ്ങനെ കിടന്നുറങ്ങുക. ഈ സമയത്ത് പവിത്ര അകത്തേക്ക് വന്നിട്ട് നമ്മുടെ അരുണിനെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ ശേഷം പെട്ടെന്ന് കാൽ ചുവട്ടിൽ ഇരുന്ന് കാലിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കറിയുക. അപ്പോൾ പെട്ടെന്ന് അരുൺ എനിക്ക് എന്താ പവിത്ര നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. നീ കാര്യം പറ, എന്തിനാ ഈ കരയുന്നതെന്ന് ചോദിക്കുകയാണ്. എന്ത് പരിഹാരമില്ലാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് പവിത്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇതിന് ഒരു പരിഹാരമേ ഉള്ളൂ, എന്നെ അരുണേട്ടൻ ഡിവോഴ്സ് ചെയ്താൽ മതി, അതിനപ്പുറം ഒരു പരിഹാരവുമില്ല, എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് എന്ന് പറയുകയാണ്. ഇപ്പോൾ ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്ന ഒരു ഭാഗമാണ് അവിടെ കാണുന്നത്. അതായത് അരുൺ ഞെട്ടിപ്പോവുകയാണ് ഈ നമ്മുടെ പവിത്രയുടെ വാക്കുകൾ, എന്നെ ഡിവോഴ്സ് ചെയ്താലേ എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ച് വേറൊരു പരിഹാരവുമില്ല എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമാണ് അവിടെ കാണിക്കുന്നത്. എന്തായാലും അവസാന ഭാഗത്ത് ഗിരിജയ്ക്ക് വലിയ തിരിച്ചടി കിട്ടുന്ന ഈ സമയത്ത് എന്തോ വലിയ ഒരു തന്ത്രം മെനഞ്ഞുകൊണ്ട് പിങ്കിയുടെ പുറകിലൂടെ വരുന്നൊരു ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീണ്ടും നാളത്തെ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.